എനിക്ക് എന്റെ മോനെയാ വേണ്ടത്. അവനെ കൊണ്ട് തരാൻ പറ്റുമോ? എന്താ പറ്റുമോ? എന്റെ മോനെ തരാൻ പറ്റുമോ? ഇല്ലമ്മേ, തൽക്കാലം എനിക്കത് പറ്റില്ല. നിക്കവിടെ. ഞാൻ നേരത്തെ പറഞ്ഞത് നിനക്ക് വിഷമമായല്ലേ? വിഷമാണോ അതോ ദേഷ്യമാണോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയുടെ അവസ്ഥ എനിക്കറിയാം. ഞാൻ എന്നോടുള്ള ദേഷ്യം നീ നന്ദനോട് തീർക്കരുത്. എന്താ? ഞാൻ പറഞ്ഞതിന്റെ ഒക്കെ വാശിക്ക് നന്ദന്റെ കാര്യത്തിലെ ഉപേക്ഷ കാണിക്കരുത്. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഒന്നാമത് അമ്മ പറഞ്ഞതിൽ എനിക്ക് ദേഷ്യമൊന്നും വന്നിട്ടില്ല. അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി അഥവാ അമ്മ സീരിയസ് ആയിട്ട് തന്നെയാ എന്നോട് ദേഷ്യപ്പെട്ടതെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും ഞാൻ പരിഭവം കാണിക്കില്ല. കാരണം അമ്മ എനിക്ക് സ്വന്തം അമ്മ തന്നെയാ. ഞാനിനി എത്ര പറഞ്ഞാലും അമ്മയുടെ ഉള്ളിലെ സംശയം മാറില്ല. അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നന്ദുവിനെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരിക. അമ്മേ, നന്ദുവിനൊന്നും സംഭവിക്കാതെ ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അതേ എനിക്ക് പറയാനുള്ളൂ. തൻ്റെ വിഷമം എനിക്കും ദേവിക്കൊക്കെ അറിയാം. വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ വിഷമം പിന്നെ ആരോട് പറയണം? തന്നെക്കാൾ വലിയ വിഷമത്തിലല്ലേ ദേവിക. നമ്മുടെ മകന്റെ ഭാര്യ അവള്. പിണങ്ങി ഇറങ്ങി പോയിട്ട് ദേവിക തിരിച്ചു വന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതും ഇടപെടുന്നതും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. പഴയതുപോലെ മരുമകളെ പോലെ അവളോട് പെരുമാറരുത്. നന്ദനെ കണ്ടെത്തി കൊണ്ടുവരുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കും. ഇസബെല്ല,